ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് നാളായില്ലേ വീഡിയോസൊക്കെ കണ്ടിട്ട്, കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പാർക്കിൽ നമ്മുടെ ആച്ചുമോൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു ഈവനിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു അന്ന് പോയി ചെയ്യാന്നുള്ളത്. ബർത്ത്ഡേ ഡിസംബർ 13-നായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളിതാ മക്കളെയൊക്കെ റെഡിയാക്കി നല്ല ഭംഗിയുള്ളൊരു പാർക്കാട്ടോ അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് ആച്ചുമോൻ്റെ നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ 2 ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച മക്കളങ്ങനെ നിൽക്കില്ലല്ലോ, എന്നാലും കഴിയുന്ന പോലെ കുറച്ചൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ചെയ്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾക്ക് പരിപാടി ഉണ്ടായിരുന്നു, 13th അന്ന് പരിപാടി ഉണ്ടായിരുന്നു രാത്രി. അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അന്ന് പിന്നെ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആച്ചിമോൻ്റെ ബർത്ത്ഡേ നമ്മളിത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ കേട്ടോ ഈ കേക്ക് ഞങ്ങൾ 4 ആളും കൂടി ഇരുന്ന് കഴിക്കുക ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പ്ലാൻ, ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പാർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യുക വിചാരിച്ച് പിന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി മന്തി കഴിക്കാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ ഈവനിങ് ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ സമൂസ കഴിക്കാറുണ്ട്. നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ സമൂസ കിങ് പറഞ്ഞിട്ട്, അവിടെ വന്നു ചായയൊക്കെ വാങ്ങി. അപ്പോൾ ഇവർ കഴിച്ചിട്ടില്ല ഈ സമൂസ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അത് കഴിക്കാൻ വെച്ചു. അപ്പോൾ അതിൽ അവരിങ്ങനെ എന്തൊക്കെ സോസൊക്കെ ഒഴിച്ചാൽ തരും കേട്ടോ. പക്ഷേ സോസ് ഭയങ്കര ഒരു പുളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പ്ലെയിനൊക്കെ മേടിച്ച് പിന്നെ വേറെ കഴിക്കാണ്ടായത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അധികം പേർക്കും അങ്ങനെ ഓവർ പുളി ഇഷ്ടമല്ല, പക്ഷേ എന്നാലേ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പ്ലെയിൻ മേടിച്ചപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴും മന്തി കഴിക്കാനുള്ള ടൈമായിട്ടില്ല, ഇത്ര നേരത്തെ പോയി കഴിക്കേണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഡേ ടു ഡേ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡേ ടു ഡേ പോവാം കേട്ടോ. കുറച്ച് മക്കൾക്ക് ഇങ്ങനെ എന്താ പറയുക ചെരുപ്പൊക്കെ വേണ്ടിയിരുന്നു, പിന്നെ കെറ്റിൽ ഇല്ല, അപ്പോൾ അത് വേണം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ ഇപ്പോൾ തണുപ്പായല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊക്കെ മേടിക്കണം. അപ്പം അതൊക്കെ നോക്കാൻ വിചാരിച്ച് പോയത്. പിന്നെ ഞാൻ ഈ ഡേ ടു ഡേയിലൊക്കെ ആദ്യമായിട്ട് വരട്ടെ. അപ്പം നിറയെ സാധനങ്ങളുണ്ട്. അങ്ങനെ എനിക്കിങ്ങനെ പണ്ടേ ഇഷ്ടമായിട്ടോ ഇങ്ങനെ നിറയെ സാധനം ഇങ്ങനെ അടുക്കി വെച്ചത് കാണാൻ. നമ്മുടെ നാട്ടിലിങ്ങനെ ചില പലചരക്ക് കടയിലൊക്കെ ഉണ്ടാവില്ല നിറയെ സാധനങ്ങൾ ഫാൻസിയിലൊക്കെ വെച്ച്. എനിക്ക് അങ്ങോട്ടേക്ക് സാധാരണ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവില്ലേ, നല്ല വൃത്തിയിൽ അടുക്കി ഒതുക്കി വെച്ച് ഒരുപാട് സാധനങ്ങളുള്ള കടയിലേക്ക് കയറാനൊരു ത്വര ഉണ്ടാവുമല്ലോ. അതുപോലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒക്കെ കണ്ടിങ്ങനെ പോകാനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മേലേക്ക് പോയി അവിടെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഈ ജാക്കറ്റ് ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളത്. മക്കൾക്ക് കുറേ ആയി ചെരുപ്പ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വിചാരിച്ച് പോവാണ് കേട്ടോ. അപ്പം ഇവർ താഴത്ത് വെക്കാൻ പറ്റില്ല, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ പിന്നെ മാക്സിമം എടുത്തിട്ട് തന്നെ കേട്ടോ നടക്കുന്നത്. പിന്നെ അവർ ട്രോളിയിലും നിൽക്കില്ല, കരയും. ഒന്നെങ്കിൽ അവരെ എടുക്കണം അല്ലെങ്കിൽ അവരെ താഴത്ത് വെക്കണം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഫസ്റ്റ് കാണുന്ന ഭാഗത്തു നിന്ന് കെറ്റിലെടുത്തു. പിന്നെ ഈ മിററിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് മിററൊക്കെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ മിറർ ഞങ്ങൾ താഴത്തു നിന്ന് എടുക്കാട്ടോ ഉണ്ടായത്. കെറ്റിൽ എന്തായാലും ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് അത്യാവശ്യമാണ്, എപ്പോഴും വെള്ളം ഇങ്ങനെ തിളപ്പിക്കുകയും ചൂടാക്കുകയൊക്കെ വേണം. അപ്പോൾ പിന്നെ ഇതാ ഇവിടെ പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ഫാൻസി ഐറ്റംസ്, നമ്മുടെ പണ്ടത്തെ മുത്തുമാല, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ഓവർ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ തിരക്കായതുകൊണ്ട് മക്കളെ പിടിക്കലും റിസ്ക്കാണ്. അപ്പോൾ പിന്നെ അധികം അവിടുന്ന് വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല. ഫസ്റ്റ് കയറിയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസായിട്ടത്. അങ്ങനെ പിന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വേഗം മക്കളൊക്കെ ഭയങ്കര ഇതായിരുന്നു. കുറേ സാധനങ്ങൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടോ, എനിക്കുള്ളതൊക്കെ എടുത്തു. അവിടുന്ന് വേഗം പോകുന്നു. നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ സജസ്റ്റ് ചെയ്തായിരുന്നു ഇവിടെ പോയി കഴിക്കാമെന്ന്. അപ്പം നമ്മളിങ്ങനെ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരികയാണ് ഈ ഒരു ഷോപ്പിൽ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അറബിക് സ്റ്റൈലിലാണ് ഇവിടെ കുറച്ചുകൂടി ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ മറ്റേ മജ്ലിസ് മന്തിയിലാണ് പോകാറുള്ളത്. അപ്പോൾ അവിടുത്തെ മന്തി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്താ ചാർക്കോൾ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള അത് നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എപ്പോഴും സ്ഥലത്ത് നിന്ന് തന്നെ കഴിക്കേണ്ട മാറ്റി കഴിച്ചു നോക്കാം. പിന്നെ ഇവിടെ മജ്‌ലിസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇരിക്കാൻ കുറച്ചുകൂടി സൗകര്യമാണല്ലോ. ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ അടങ്ങിയിരിക്കില്ല. മജ്‌ലിസ് ആകുമ്പോൾ നമ്മളെ കൂടെ താഴത്ത് അവിടെ ഇരുന്നോളല്ലോ. അപ്പോൾ മറ്റേ മജ്‌ലിസ് മന്തിയിൽ പക്ഷേ മജ്‌ലിസ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ്. മക്കൾ നല്ല കളിയായിരുന്നു. പിന്നെ അലമ്പ് കളിക്കുക കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല. അതിന് നമുക്ക് ആദ്യം അവിടെ നിന്ന് സൂപ്പ് കൊണ്ടുവന്നു കേട്ടോ. സൂപ്പൊക്കെ എങ്ങനെയോ ആണ്, നല്ല ചൂടുള്ള സൂപ്പാണ്, എങ്ങനെയൊക്കെയാണ് കേട്ടോ കുടിച്ച് തീർത്തത് തന്നെ. എന്താ വെച്ചാൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും മക്കളെ മേലെ ചിന്തു. അവരാണെങ്കിൽ ഇതിന് പിടിയും വലിയാണ്. അതിന് റൈസും ചിക്കനൊക്കെ വന്നു. ഇതൊരു നമ്മൾ ചോദിച്ച പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളതിൽ ഒരു ഓപ്ഷനിൽ തിരഞ്ഞെടുക്കാനുണ്ടായിരുന്നത്. ഇതിന് കൂടെ നമ്മൾ സാധാ മതിൻ്റെ പോലെ മയണീസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മുടെ കേടും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഏതായാലും കയറിയതല്ലേ വെച്ച് പിന്നെ അത് തന്നെയാണ്ട് കഴിക്കാണ്ടായത്. പിന്നെ കുനാഫ കഴിക്കാൻ കുറേ ആയിട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു തവണയായിട്ട് കഴിച്ചിട്ടുണ്ടായല്ലോ. ഇത് കാക്കൻ്റെ പിന്നെ ബേബി ബമ്പാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടാക്കിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ കുറച്ചുകൂടി ഉന്തി വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുനാഫയൊക്കെ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്രാവശ്യം വന്നതിന് ശേഷം കുനാഫ കഴിച്ചിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്നൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ചായി ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കുനാഫ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ 2 കുനാഫ ഓർഡർ ചെയ്തു. ശരിക്കും ഇങ്ങനെ മധുരം വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒരു കുനാഫ 4 ആൾക്കൊക്കെ കഴിക്കാം കേട്ടോ. പക്ഷെ ചെറുതാട്ടോ, ഈ കാണുന്ന വലിപ്പമൊന്നുമില്ല, കുഞ്ഞു കുനാഫയാണ്. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, കാരമൽ ചെയ്തതൊക്കെ അതിൻ്റെ മേലെ ഒന്നിങ്ങനെ ഒഴിച്ച് അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കുനാഫയൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ 2 മേടിച്ച് നമ്മൾ തന്നെ കഴിച്ച്. പിന്നെ മക്കളുണ്ടല്ലോ, മക്കൾ പിന്നെ നമ്മൾ പുറത്ത് മജ്‌ലിസിൽ നിന്ന് പുറത്തേക്ക് ഇരിക്കാൻ കാരണം എന്താ വെച്ചാൽ മജ്‌ലിസിൻ്റെ ഉള്ളൊന്നാകെ അവർ ചോറ് വിതറിയിട്ട് അവിടെ ഇനി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട് കേട്ടോ. അതാ പിന്നെ ഞങ്ങൾ പിന്നെ കൈ കഴുകിയതിന് ശേഷം പുറത്തിരുന്നത്. പിന്നെ അവിടുന്ന് തിരിച്ച് പോന്നപ്പോഴത്തേക്കൊക്കെ ഹാജിമോന് നല്ല കച്ചറയും അലമ്പൊക്കെ ആയി. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.